നാളെ കാണാതോകം നീർവതമീരനുമേ യാകളാണാതവൻ നാളെ കാണാതോകം ശാശ്വതമീരനുമേ ദേവൻ നീ വിളിക്കുന്നേരമാറിയാൽ ദേവശാശ്വതമിൽ സവിധേ ദേവൻ നീ വിളിക്കുന്നേരമാറിയാൽ ദേവശാശ്വതമിൽ സവിധേ കർത്താവ് ഞങ്ങൾക്കു സങ്കേതമാണെന്നും ശാശ്വത ദൈവമെന്നും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിജയദാസ് ചട്ടിക്കോണം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ ശ്രോതാക്കൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ മെസ്സേജിലേക്കുള്ള സ്വാഗതവും കർത്തനാമത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 24-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവയുടെ കോപം ഹേതുവായി യെരുശലേമിനും യഹൂദയിൽക്കും അങ്ങനെ ഭവിച്ചു. അവനൊടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. നാം വായിച്ചു കേട്ടതായ ദൈവവചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ വലിയൊരു ന്യായവിധിയുടെ സന്ദേശമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവൻ ഒടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുവാൻ, ദൈവഹിതം മനസ്സിലാക്കുവാൻ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും ഓരോ ജനതയെക്കുറിച്ചും ഓരോ രാജ്യങ്ങളെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചും ഓരോ കാലാവധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരാതെയും ദൈവഹിതത്തോട് അനുസരണം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ദൈവം തള്ളിക്കളയും എന്നുള്ളത് അത് വളരെ വസ്തുതാപരമാണ്. അത് കൃത്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. നാം ഈ യുഗത്തിൻ്റെ ഒടുവിലത്തെ സംഭവം എന്തായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യെ തള്ളിക്കളയും എന്നും നമ്മൾ വായിക്കുന്നു. അവിടെ ഒരു തള്ളിക്കളയലുണ്ട്. ഇതേപോലെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലും ദൈവം അവർക്ക് അനുവദിച്ച സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് മടങ്ങി വരാത്തത് കൊണ്ട് ദൈവം അവരെ തള്ളിക്കളയുന്ന അനുഭവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ആരാണ്? അവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം വചനം നാം വായിക്കുന്ന ഇപ്രകാരമാണ്. അവിടെ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആ പ്രത്യേകമായിരിക്കുന്ന കരുതലിനെ വെളിപ്പെടുത്തുന്ന 3-4 കാര്യങ്ങൾ അവിടെ ഓർപ്പിച്ചിട്ടുള്ളതാണ്. നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ നിർമ്മിച്ചവൻ, നിൻ്റെ വീണ്ടെടുപ്പുകാരനാണ് ഞാൻ, നിനക്ക് പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാനാണ്, നീ എനിക്കുള്ളവൻ, നിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണെന്നുള്ള അർത്ഥത്തിൽ ദൈവം പറയുകയാണ്. ഇപ്പോൾ ഈ 5 വിധത്തിലുള്ള കർത്താവിൻ്റെ ഇസ്രായേൽ ജനത്തോടുള്ള അധികാരത്തെ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. നിന്നെ സൃഷ്ടിച്ച ദൈവം, നിന്നെ നിർമ്മിച്ച ദൈവം, നിൻ്റെ വീണ്ടെടുപ്പുകാരൻ, നിനക്ക് പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നവൻ, നീ എനിക്കുള്ളവൻ തന്നെ വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനെ സൃഷ്ടിച്ച, അവനെ നിർമ്മിച്ചുണ്ടാക്കിയ, അവൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ മനുഷ്യൻ അറിയാതിരിക്കുന്നു,
ദൈവം അവനെ പേർ ചൊല്ലി വിളിച്ചിട്ടും ദൈവത്തിൻ്റെ ആ മുഖത്തേക്ക് തിരിയാതെ, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിയാതെ, നീ എനിക്കുള്ളവനാണ്, നിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണ് എന്ന് ദൈവം പല ആവർത്തി പറഞ്ഞിട്ടും മനുഷ്യൻ മത്സരിച്ച് തൻ്റെ നിരൂപണങ്ങൾ വ്യർത്ഥനായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇക്കാലത്തെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അവൻ്റെ സന്നിധി എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, യെശയ്യാപ്രവചനം തന്നെ 43-ാം അധ്യായം നാം വായിക്കുമ്പോൾ 2-ാം വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ദൈവപ്രകാരം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്, ദൈവസന്നിധി എന്ന് പറയുന്നതും നമ്മൾ ഓടിപ്പോയി തേടി അന്വേഷിച്ച് അലഞ്ഞ് കണ്ടുപിടിക്കേണ്ടുന്ന ഒരു സ്ഥലമല്ല. പലരും അങ്ങനെ വിചാരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി എന്ന് പറയുന്നത് വലിയ മണിമേടകളാണ്, അല്ലെങ്കിൽ ദൈവാലയങ്ങളാണ്, അങ്ങനെയുള്ള പ്രത്യേകിച്ച് മനുഷ്യർ തന്നെ വേർതിരിച്ച സ്ഥലങ്ങളുണ്ട്. ദൈവമല്ല, മനുഷ്യർ തന്നെ ദൈവീക സാന്നിധ്യമുണ്ടെന്ന് വേർതിരിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് ദൈവസന്നിധി എന്ന് പറഞ്ഞ് കടന്നു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ദൈവസന്നിധി. ആ ദൈവ സാന്നിധ്യം എപ്പോഴെല്ലാം മനുഷ്യരോട് കൂടെയുണ്ടോ അപ്പോഴെല്ലാം അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. പലപ്പോഴും മനുഷ്യർ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ഓടിപ്പോകാൻ ശ്രമിക്കുന്നവരാണ്. പാപത്തിൽ വീണുപോയ മനുഷ്യൻ ദൈവസന്നിധി വിട്ട് ഓടി ഒളിക്കുക നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും ദൈവം അവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഭയപ്പെടുന്ന, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ അടുക്കലേക്ക് ദൈവം കടന്നു വരികയാണ്. ഇവിടെ നമ്മുടെ കാതുകളിൽ എപ്പോഴെല്ലാം ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള വാക്ക് നാം ശ്രവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നു. പലപ്പോഴും കഷ്ടതയുടെ നാളുകളിലും വേദന ഏറുമ്പോഴുമാണ് പല ആളുകളും ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ചെവി ഓർക്കുന്നത്. എന്നാൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ, എല്ലാ സാഹചര്യങ്ങളും വളരെ അനുകൂലമെന്ന് തോന്നുമ്പോൾ ദൈവശബ്ദത്തിന് വേണ്ടി ചെവി തിരിക്കാറില്ല. വാസ്തവത്തിൽ ദൈവത്തിന് എപ്പോഴും നമ്മോട് സംസാരിക്കുവാൻ, നമ്മോടുകൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുവാൻ, ദൈവത്തോടുകൂടെ വസിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ. എന്നാൽ അവരെ തള്ളിക്കളയേണ്ടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് അവരുടെ ജീവിതം മാറിത്തീരുന്ന കാഴ്ചയാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം അവരുടെ രാജാക്കന്മാരും അവരുടെ പ്രഭുക്കന്മാരും അവരുടെ മഹാപുരോഹിതന്മാരടക്കം അവരെ നയിച്ചു കൊണ്ടുപോകുന്ന ആ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളൊക്കെ തന്നെ ജീവനുള്ള ദൈവത്തെ, അവരെ നിർമ്മിച്ച, അവരെ സൃഷ്ടിച്ച, അവരെ വീണ്ടെടുത്ത, അവർക്ക് പേർ ചൊല്ലി വിളിച്ച് അവരുടെ പിതാവ് യാക്കോബിന് ഇസ്രായേൽ എന്നുള്ള പേര് നൽകിയ, നീ എനിക്കുള്ളവനാണ്, നിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണെന്ന് പറഞ്ഞ് അവരെ ആ നിലയിൽ മാനിച്ച ദൈവത്തെ അവർ മറന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവശബ്ദം കേട്ട് മടങ്ങി വരുവാൻ ദൈവം ധാരാളം അവസരങ്ങൾ കൊടുത്തു. എന്നാൽ അവിടെ ദൈവത്തിൽ നമ്മൾ വായിച്ചത്, ഒടുവിൽ അവരെ തള്ളിക്കളയുന്നു. പ്രിയപ്പെട്ടവരെ, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ആകാശത്തിലെ പെരിഞ്ഞാറ വിൽപക്ഷി അതിൻ്റെ കാലം അറിയുന്നു. നമുക്കറിയാം, പക്ഷികൾക്കും മൃഗങ്ങൾക്കും മറ്റ് ജന്തുക്കൾക്കുമൊക്കെ അതതിൻ്റേതായിരിക്കുന്ന നിലയിൽ അതിൻ്റെ ആ പ്രസവകാലവും പ്രജനനകാലവും എല്ലാം കൃത്യതയോടുകൂടെ നിറവേറ്റി അതിൻ്റെ ആ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കുമ്പോൾ, മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താകുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ മനസ്സില്ലാതെ അവൻ്റെ വഴിക്ക് തിരിയുന്ന ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തെ, ആ സ്വാഭാവിക ഒലിവ് കൊമ്പായ ഇസ്രായേൽ ജനത്തെ ഒടിച്ചു കളഞ്ഞ് യാതൊരു ഗുണവുമില്ലാതിരുന്ന കാട്ടൊലിവിൻ ശാഖകളായിരുന്ന ജാതിയെ ദൈവം നല്ലൊലിവോട് ചേർത്തൊട്ടിക്കുവാനിടയായി. എന്നാൽ നാം കൃപയാൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. എന്നാൽ തള്ളിക്കളയുവാനായിട്ട്
ഇടയുണ്ടായിരുന്ന സാഹചര്യങ്ങളിലും ദൈവം നമ്മെ കരം ചേർത്ത് പിടിച്ചു. എന്നാൽ അവിടുത്തെ ദയയിലും വിശ്വസ്തതയിലും സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്നവരായിട്ട് ദൈവനാമഹത്വത്തിനായിട്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഈ സന്ദേശം ശ്രവിക്കുവാനിടയാകുന്നെങ്കിൽ അതൊരു തോന്നലല്ല, ഒരു മിഥ്യയായിരിക്കുന്ന ധാരണയല്ല, അത് കൃത്യതയുള്ള പ്രസ്താവനയാണ് എന്ന് മനസ്സിലാക്കുകയും വീണ്ടും ജനനത്തിലൂടെ നിത്യജീവൻ പ്രാപിച്ച് ആ ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തീർന്ന് ഒടുവിലായി ആ തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലായിത്തീരാതെ നിത്യതയുടെ സന്തോഷത്തിൽ പ്രവേശിക്കുന്നവരായി തീരുവാൻ കേൾവിക്കാരെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശത്തിന് വിരമിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.